റോഡിൻ്റെ സൈഡിൽ മുഴുവൻ വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിലൂടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെവിടത്തേക്കാണെന്നല്ലേ, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ തറവാട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടൊക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, വരിക്കാശ്ശേരി മനയിലേക്ക്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന. ഏകദേശം 100-നടുപ്പിച്ചിട്ട് മലയാള സിനിമകളിൽ മാത്രം തന്നെ വരിക്കാശ്ശേരി മന കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനയുടെ പല ഭാഗങ്ങളിലും പല സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരിക്കാശ്ശേരി മനയിൽ ചിത്രീകരിച്ച നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല ഒരു പടമുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്താൻ പറ്റുന്നവർ ഒന്ന് രേഖപ്പെടുത്തണേ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പടമല്ല, ഒരു പിടി നല്ല ചിത്രങ്ങൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് നമ്മുടെ ദേവാസുരം. നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമാണ് വരിക്കാശ്ശേരി മനയുടെ ഈ ഒരു പൂമുഖം. ഇതിനുശേഷം പിന്നെ കുറേ നല്ല ചിത്രങ്ങളുണ്ട്. ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാപ്പകൽ, വല്യേട്ടൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല മലയാള സിനിമകൾ പിറന്ന ഒരു വീടാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത്. പാലക്കാട് വന്നിട്ട് വരിക്കാശ്ശേരി മന കാണാതെ പോയി കഴിഞ്ഞാൽ അത് മനസ്സിന് വല്ലാത്തൊരു വിഷമാവും. ഏതായാലും ഇവിടെ വരെ വന്നിട്ട് വരിക്കാശ്ശേരി മന കൂടി കാണാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പല സ്ഥലത്തു നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാന്നേ. ഇതിനകത്തോട്ടേക്ക് കയറുമ്പോൾ എല്ലാവരുടെ മനസ്സിലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ മലയാള സിനിമയിലെ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരും. ഈ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്കും ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിലും ഞാൻ കണ്ട ആ നല്ല നല്ല ചിത്രങ്ങളിലെ ഡയലോഗുകളും അതുപോലെ തന്നെ ആ കഥാസന്ദർഭങ്ങളും ഒക്കെയാണ് എൻ്റെ മനസ്സിലോട്ടെയും ഓടിക്കളിച്ചത്. 6 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്നവർ വീക്ക് ഡേയ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. ബാക്കി ഒഴിവ് സമയങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാകും. പിന്നെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രവേശനം ഇല്ലയെന്നാണ് അറിയുന്നത്. 30 രൂപയാണ് ഒരാൾക്ക് എൻട്രി പാസ് വരുന്നത്. മനയുടെ മുകളിലത്തെ നിലയിലേക്കൊന്നും ഇപ്പം പ്രവേശനം അനുവദനീയമല്ല, താഴെ മാത്രമാണ് പ്രവേശനമുള്ളത്. എല്ലാ ദിവസവും രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമാ ചിത്രീകരണങ്ങൾ ഉള്ള സമയങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല. 6 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് 300 വർഷത്തോളം പഴക്കമുള്ള മന സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ വലിയ പത്തായപ്പുരകൾ, കളപ്പുര, വലിയ കുളം, പിന്നെ അതിനോട് ചേർന്ന് തന്നെ ക്ഷേത്രം ഒക്കെ ഈ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 3 നിലകളിലായിട്ടാണ് ഈ നടുമുറ്റം അടക്കമുള്ള രാജകീയമായ പ്രൗഢിയോടെയുള്ള ഈ ഒരു മന നിർമ്മിച്ചിട്ടുള്ളത്. 1987 തീർത്ഥം എന്നു പേരുള്ള മലയാള സിനിമയാണ് ഇവിടെ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. പക്ഷേ നമ്മുടെ ലാലേട്ടൻ തകർത്തഭിനയിച്ച ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മംഗലശ്ശേരി തറവാട് ആയിട്ടാണ് ഈ ഒരു വരിക്കാശ്ശേരി മന പ്രശസ്തമായത്. ഇതിവിടുത്തെ പത്തായപ്പുരയൊക്കെയാണ്. ഈ പത്തായപ്പുരയുടെ ഭാഗങ്ങളും ഒക്കെ നമ്മുടെ പല മലയാള സിനിമകളിലും ഒക്കെ ആയിട്ട് വന്ന് മിന്നിമാറി പോയിട്ടുണ്ടേ. മിന്നിമാറിയതല്ല, ഇവിടുന്ന് പല ചിത്രങ്ങളിലും ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇവിടെ താഴെ അടച്ചിട്ടിരിക്കുകയാണ്, മുകളിൽ പ്രവേശനമുണ്ട്. മുകളിലും കുറേ വലിയ വിശാലമായിട്ടുള്ള കാലി മുറികൾ മാത്രമാണ് ഉള്ളത്. ഇവിടുന്നും ആൾക്കാർ വീഡിയോസും റീൽസും അതുപോലെ തന്നെ നല്ല നല്ല ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് പുറമെ എടുത്തു കഴിഞ്ഞാൽ മനേൻ്റെ നല്ല വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇവിടെയും ഇതിനകത്തും പല സിനിമകളും ഒക്കെ ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മുറി, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഏണിപ്പടി നമ്മൾ പല സിനിമകളിലും
നിലവറയിലൊക്കെ ഇറങ്ങിപ്പോയിട്ട് കാണുന്ന ആ ഒരു സ്റ്റെപ്പില്ലേ, അതാണ് ഇത്. നമ്മുടെ പല മലയാള സിനിമകളിലും ഇരുട്ടത്ത് നിലവറേൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു കോണിപ്പടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സിനിമകളിലും മാത്രമായിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു ലൊക്കേഷനും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരുന്നേ. ഇപ്പം നമ്മൾ പിന്നിൽ കണ്ടത് ഇവിടുത്തെ ടീ ഷോപ്പാണ്. അവിടെ ചായയും കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ ഇവിടുന്നുമൊക്കെ കുറേ ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് മനയിലേക്ക് പോകുന്ന വഴിക്കുള്ള കിള്ളി ഭഗവതി ക്ഷേത്രം. നല്ല തിരക്കായതുകൊണ്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മനയിലേക്ക് നടന്നു പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.